അമൃതേ, നിനക്ക് ഈ വിഷ്ണു എന്നെ വേണ്ടെങ്കിൽ ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. നാളെ നമ്മുടെ കല്യാണത്തിന് പന്തലിൽ നീ ഇല്ലെങ്കിൽ നാട്ടുകാർ മുമ്പിൽ ഞാൻ നാണം കെടില്ലേ? നിന്റെ രാവിലെ വാട്സാപ്പ് സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായി നിനക്ക് ഇനി നിന്റെ ലോകത്തിലേക്ക് പോകണം. അതായത് നിനക്ക് വേറെ ആളെങ്കിലും. ശരി, ഞാൻ എന്തായാലും ഇനി ജീവിച്ചിരിക്കില്ലടി. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. എന്തായാലും നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ ഇങ്ങനെ വെറും നാണക്കേടുള്ള ഞാൻ വിഷം ചേർത്ത് ആത്മഹത്യ ചെയ്യും. ചുമ്മല്ല, ഇത്രയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് മാത്രം എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതിയായിരുന്നു. ദൈവമേ, ഒറ്റക്കുടിയിൽ തന്നെ മരിച്ചാൽ മതിയായിരുന്നു. ഈശ്വരാ, ഒരു സീറ്റ് കൂടെ വലിച്ചാലാ? വേണ്ട, ഇനി ദുശീലങ്ങളും തുടങ്ങി നിൽക്കണം. ആര് സ്വസ്ഥായിട്ട് മരിക്കാൻ? ആരത്? ബാലംപിള്ള. പാലും വെള്ളോ? പാലും വെള്ളം അല്ല, മോരും വെള്ളം. നിന്റെ മാമൻ ബാലംപിള്ള. ഇങ്ങോട്ട് വന്നത് എന്തോന്ന് കാര്യം? നിന്നെ കാണാനില്ലല്ലോ. അയ്യോ, അപ്പൊ കാത് മാത്രമല്ല കണ്ണു അടിച്ചു പോയി. എടാ, അതല്ല, നിന്നെ അവിടെ കല്യാണ വീട്ടിൽ കാണാനില്ലല്ലോ എന്ന്. ഒരേ സമയം രണ്ടിടത്ത് പ്രത്യക്ഷപ്പെടാൻ ഞാൻ കുമ്പിടിയല്ല. മാമന്റെ അടുത്ത് തറുതല പറയുന്നടാ. എടാ, നിന്റെ അച്ഛൻ സിംഹബാലൻ. ഗോപാലൻ മരിച്ചതിന് ശേഷം നിന്നെ വളർത്തിയത് ഞാനടാ. ആ എന്റെ അടുത്ത് തറുതല പറഞ്ഞ കാലിവാരി നിലത്തടിച്ചളയും ഞാൻ. മാമൻ എന്റെ അടുത്ത് ദേഷ്യപ്പെടുന്നത്? എനിക്ക് ദേഷ്യം വന്നാൽ അപ്പോഴും സങ്കടം വരും. ദേഷ്യം സങ്കടം രണ്ടും തമ്മിൽ ഒരു ലോജിക് ഇല്ല. ലോജിക് ഉണ്ടാക്കാൻ നിൽക്കുകയാണ്. അല്ല, മാമന് വിഷമം വരാൻ കാര്യം? എന്റെ കയ്യിൽ ഒരു പൈസ എടുക്കാനില്ലെന്ന്. അയ്യോ, ആര് പറഞ്ഞു പൈസ എടുക്കാനില്ലെന്ന്? ഒരുപാട് കാശുണ്ടായിരുന്നില്ലേ? ഒരുപാട് കാശുണ്ടായിരുന്നു. അതെല്ലാം കൂടി ഞാൻ തിരുവനന്തപുരത്ത് ഒരു പേപ്പട്ടി മേടിച്ചു. കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടി മേടിച്ചെന്ന് കേട്ടിട്ടുണ്ട്. പേപ്പട്ടി മേടിക്കുന്ന ആൾ ആദ്യമായിട്ടാണ് കാണുന്നത്. തിരുവനന്തപുരത്ത് കണ്ണായ ഒരു സ്ഥലം മേടിച്ചെന്ന്. പ്രോപ്പർട്ടിയാണോ ഉദ്ദേശിച്ചത്? നന്നായി. അപ്പൊ കാശല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, മാല കൊണ്ടൊന്ന് പണയം വെക്കണം. അയ്യോ, അത് കൊടുത്താൽ കാശ് കിട്ടൂല. അത് റൊണാൾഡോയാണ്. മുക്കുവണ്ടം റോൾഡ് ഗോൾഡ്. അത് തന്നെ. എനിക്കിപ്പോ ഒരു 5 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്. എന്തിനാണ് 5 ലക്ഷം? ഒരു പശുവിനെ വാങ്ങാൻ. 5 ലക്ഷം രൂപ? ഏത് പശു? അർജന്റീനയുടെ ജേഴ്സി കൊടുക്കാണ്ടെന്ന് പറയുന്നിട്ട്. നല്ല ഒന്നാന്തരം പശു ആയിരിക്കും. നല്ല കൊഴുത്ത പാലും കിട്ടും. അർജന്റീനയുടെ ജേഴ്സി എന്ന് പറഞ്ഞ ജേഴ്സി പശു അല്ല അത്. അത് അവരുടെ ജേഴ്സി എന്ന് പറഞ്ഞാൽ അവരുടെ ഡ്രസ് ആണത്. അയ്യോ, ഫുട്ബോളിനെ കുറിച്ച് നീ എന്നെ പഠിപ്പിക്കല്ലേ. എന്നെ പഠിപ്പിക്കാൻ പറ്റില്ല. എനിക്കെല്ലാം അറിയാം. എന്നാ അർജന്റീന ക്യാപ്റ്റൻ ആര്? മെസ്സി. മെസ്സി അല്ല, സൂസി. കഴിഞ്ഞ ആഴ്ച ഒരു ക്യാപ്റ്റനെ മാറ്റി കാണും. ഫ്രാൻസിന്റെ ക്യാപ്റ്റനാ സുലൈമാന്റെ പാപ്പ. ആര് പറഞ്ഞു? ഞാൻ അവന്റെ അടുത്ത് ചോദിച്ചു, പറഞ്ഞല്ലേ എംബാപ്പേന്ന്. മാമൻ ഫുട്ബോളിനെ കുറിച്ച് ഒരു ചുക്ക് അറിഞ്ഞൂടാ. ആര് പറഞ്ഞൂടാ? ഇത് കണ്ടടാ, ഈ പുഴുക്കടിയാണ് ഫുട്ബോൾ. ഇത് പുഴുക്കടിയല്ല, പിന്നെ ഫുട്ബോൾ കളിച്ച തഴമ്പാണ്. ഞാൻ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഗാലറിയിൽ ജനങ്ങൾ ആർത്തു വിളിക്കും, ഇതാ നമുക്ക് കിട്ടിയ മർഡോണ, ഇതാ നമുക്ക് കിട്ടിയ മർഡോണ. മാമനെ കുറിച്ചാണെങ്കിൽ ഇതാ നമുക്ക് കിട്ടിയ മർഡോണ എന്നായിരിക്കത്തില്ല. ഇന്നലെ കിട്ടിയത് മറന്നോടാന്നായിരിക്കും. നീ എന്തിനാ രാത്രി ഈ കാട്ടി വന്ന് നിൽക്കുന്നത്? ഞാൻ ടൂറിന് പോകാൻ വന്നത്. അതിനല്ല വീട്ടിൽ നല്ല ഒന്നാന്തരം കക്കൂസ് കെട്ടിയിട്ടിരിക്കുന്നത്. മാമ, ഞാനിവിടെ ഡ്രസ് പഠിച്ചിരിക്കണം. മാമൻ പോ. അപ്പൊ കല്യാണമായിട്ട് നീ ഡ്രസ് പഠിച്ച് സുഖിച്ചിരിക്കുന്നു. ഞാൻ പച്ചയ്ക്കും. മാമനും കൂടെ താടാ. എന്തോന്ന്? ഒരു പെക്ക് ഡെസ്പ്. എന്തോന്നൊക്കെ വിളിച്ചു പറയുന്നത്? അങ്ങോട്ട് പോ. എന്തോടെ കയ്യിൽ പച്ച വെച്ചേക്കുന്നത്? അത് ടാറ്റു അടിച്ചത് കണ്ടാ. യവന് ഞാൻ 2 അടി കൊടുത്താ അവ എന്നെ തിരിച്ചടിക്കും. കണ്ട ടാറ്റുന്റെ എന്നൊക്കെ അടിയും പഠിച്ചോണ്ട് വന്ന് നിൽക്കുന്നത്. ഇത് പച്ച കുത്തിയാന്ന്. നീ പച്ച കുത്തോ മഞ്ഞ കുളിക്കോ അത് എനിക്കറിയേണ്ട കാര്യമില്ല. ഇതെന്താണെന്ന് എനിക്കറിയണം. അത് ഞാൻ കെട്ടാൻ പോണ പെണ്ണിന്റെ പേര് അമൃത എന്ന് പച്ച കുത്തി വെച്ചേക്കുന്നത്. അതിന്റെ പ്രതി TV എന്ന് എഴുത്. അമൃത TV നല്ല ചാനൽ, നിനക്ക് അഭിമാനിക്കാം. എന്നാ പിന്നെ താഴെ കോമഡി മാസ്റ്റേഴ്സ് 9 മണിക്കൂർ എഴുതി വെക്കാം. അതെന്തിന്? നല്ല റേറ്റിംഗും കിട്ടും. കിടുക്കി കയറും. മാമ, ഇത് കാടാണ്, ആവശ്യമില്ലാത്ത പറഞ്ഞോണ്ട് നിൽക്കാൻ പോ. അതെന്താ കാടായോണ്ട് ഔട്ട് സൈഡ് കോമഡി പറഞ്ഞോണ്ട് നിയമമുണ്ടോ? അയ്യോ മാമ, ഒന്ന് വായു അടച്ചിറങ്ങി പോവോ. അപ്പൊ എന്നെ നിശബ്ദനാക്കിയിട്ട് നിനക്ക് ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് സ്റ്റാൻഡപ്പ് കോമഡി അടിക്കണം അല്ലേ? അവരടുത്ത് പറയാം, ഇതിനകത്ത് റേഞ്ചും ഇല്ലല്ലോ. ആരെങ്കിലും വിളിച്ചു. ഇതാരെ പടം? ഇത് വിജയുടെ പുതിയ സിനിമയുടെ പോസ്റ്റർ. പുതിയ സിനിമയുടെ സൂപ്പർ പടമായിരിക്കും, മെഗാ ഹിറ്റ് ആയിരിക്കും. അടിപൊളി പേര് കംസൻ. കംസൻ അടിപൊളി പേര്. കമ്മിങ് സൂൺ. പടത്തിന്റെ പേര് ലിയോ എന്നാണ്. ലിയോ? ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഒരു ബോധം ഇല്ലാത്ത മനുഷ്യൻ മാമ ഇറങ്ങുമ്പോ ചുമ്മല്ലേ പോലീസുകാർ പിടിച്ചോണ്ട് ഇടിക്കുന്നത്. പോലീസുകാർ പിടിച്ചോണ്ട് ഇടിച്ച അവരെ കുറ്റം കൊണ്ടാ. എടാ, എനിക്ക് പനി വന്നപ്പോ ഞാൻ ആശുപത്രി ചെന്നു. അപ്പൊ അവിടെ വലിയ ബോർഡ് വെച്ചേക്കുന്നു, മുലയൂട്ടൽ പ്രോത്സാഹിപ്പിക്കുക. അപ്പൊ ഞാൻ അവിടെ നിന്ന് നേഴ്സിനോട് ചോദിച്ചു, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണോ വിസയടിച്ച് പ്രോത്സാഹിപ്പിക്കണോ? അതിന് ആശുപത്രിക്കാർ പലരോടും ആശുപത്രിക്കാരുടെ പതുക്കെ പറയടാ. ഇവിടെ മനുഷ്യനെത്തുന്ന മൃഗങ്ങളുള്ള കാടാണിത്. ഈ കാട്ടിലെ മൃഗങ്ങളൊന്നും ഇറച്ചി തിന്നൂല. അത് നിനക്ക് എങ്ങനെ അറിയാം? കാട്ടിന്റെ ഫ്രണ്ട് ഒരു ബോർഡ് വെച്ചിരുന്നു. എന്തോന്ന്? ആര്യ നിവാസ് വെജിറ്റേറിയൻ ഗാർഡൻ. എനിക്കൊരു മസാല ദോശ ഒരു വടയും മേടിച്ചാൽ ഇവിടെ വിഷമിച്ച് നിൽക്കും. മാമ ഈ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞോളൂ. കല്യാണമായിട്ട് നിനക്ക് എന്തോന്നേ വിഷമം? മാമ, എന്റെ സേവ് ദ ഡേറ്റ് വൈറലായി. എന്റെ ഷേവ് ചെയ്തപ്പോ വൈറലായെന്നാ? ഷേവ് ചെയ്തപ്പോ വൈറലായെന്നല്ല, പിന്നെ സേവ് ദ ഡേറ്റ് വൈറലായി. അതിപ്പോ നാട്ടുകാർ മൊത്തം അറിഞ്ഞല്ലോ. മനസ്സിലായി. നിനക്ക് അമച്ചർ നാടകം കളിക്കണം അല്ലേ? അമച്ചർ നാടകമല്ല, പിന്നെ എന്റെ വിഷമം സത്യം പറഞ്ഞു. ഇന്ന് രാവിലെ വീഡിയോ ഓക്കെ, ആഡിയോ കട്ടായി പോയി. ഫ്ലാഷ് ബാക്ക് പറയുമ്പോൾ ഇതാണ് നല്ലത്. വളരെ കറക്റ്റ്, എനിക്കത് മനസ്സിലായി. നീ ഒരു കാര്യം ചെയ്യും, അവളെ ഫോൺ ചെയ്ത് വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല. എടാ, ബുദ്ധി വേണടാ. ആദ്യം വിളിച്ചിട്ട് അവിടുത്തെ കോൾ എടുക്കാൻ പറ, എന്നിട്ട് രണ്ടാമത് വിളിച്ച് സംസാരിക്കും. ഒരു പരിധിയില്ലേ മാമ ഇതിനൊക്കെ? ബെല്ലുണ്ടാ? എള്ളുണ്ട് അല്ല, അരി ഉണ്ടാ? ബെല്ലുണ്ടാ? എടുത്ത് നീ എന്തോന്ന് സ്റ്റാറ്റസ് ഇട്ടിരുന്ന? നീ ഇനി നിന്റെ ലോകത്തിലേക്ക് എന്നല്ലേ? എനിക്കറിയാം. അമൃത ഉദ്ദേശിച്ചത് നിന്റെ ലോകം എന്ന് പറഞ്ഞ എന്നെ തന്നെയാണോ? നമ്മൾ ഒരുമിച്ചുള്ള ലോകത്തിനെയാണോ നീ ഉദ്ദേശിച്ചത്? അപ്പൊ എനിക്കാണ് തെറ്റ് പറ്റിയത്. നിനക്കറിയാമോ, ഞാനിവിടെ മദ്യത്തിൽ വിഷം ചേർത്ത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നിൽക്കായിരുന്നു. നമ്മുടെ ബാലംപിള്ള മാമ വന്നില്ലെങ്കിൽ നമ്മുടെ കല്യാണം നടക്കൂലായിരുന്നു. അയാളടുത്ത് നന്ദി പറയണം. നീ വെക്കാൻ ഞാൻ വിളിക്കാം.
മാമനോട് തീർത്താ തീരാത്ത നന്ദിയുണ്ട്. സത്യം, ഞാൻ ദൈവത്തെ പോലെയാണ് ഇപ്പൊ കാണുന്നത്. ദൈവമാണ് ഇവിടെ കൊണ്ടുവന്നത്. അല്ലായിരുന്നു ഇവിടെ ഇരുന്ന മദ്യത്തിൽ വിഷം ചേർത്ത് കുടിച്ച് ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നിൽക്കായിരുന്നു. മാമ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ കല്യാണം നടക്കൂലായിരുന്നു. ഇല്ലെങ്കിലും നിന്റെ കല്യാണം നടക്കൂല. അത് കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും മരിച്ച 16 കഴിയാതെ ശുഭകാര്യങ്ങൾ നടത്താൻ പാടില്ലെന്നാണ് ചട്ടം. മാമ ദൈവത്തിന് പോലെ മാമ ആര് പഠിക്കുന്നു? ദൈവം അല്ലടാ എന്നെ അവിടെ കൊണ്ടുവന്നത്, കാലനാടാ എന്നെ അവിടെ കൊണ്ടുവന്നത്. എടാ നീ വിഷം കലക്കിയതോ കലക്കി, നിനക്ക് ആ പച്ചവെള്ളത്തിലോ സോഡയിലോ കലക്കിക്കൂടെ? നീ എന്തിനാ മദ്യത്തിൽ കലക്കിയത്? ഇല്ല, ഞാനടുത്ത് കുളിച്ച് എന്റെ ദൈവമേ, ഞാനിപ്പോ മരിക്കുമല്ലോ. മരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീ എന്ത് ചെയ്യാൻ പോകുന്നു? ഞാൻ ആംബുലൻസിന് മിസ് കോൾ ചെയ്യാൻ പോണു. ചാപാൻ നിൽക്കുമ്പോഴാണോടാ സ്വാതന്ത്ര്യ സമരകാലത്ത് കോമഡി ഉണ്ടായിക്കൊണ്ട് വരുന്നത്? അയ്യോ, ഞാനിപ്പോ മരിക്കും. ഇല്ല, മരിക്കൂലേ? ഞാൻ മരിക്കില്ല. ക്ലൈമാക്സിൽ മരണം നെഗറ്റീവ് ആണെന്നാണ് പറയുന്നത്. ആര് പറയുന്നത്? അത് നീ കേട്ടില്ലേ? ഇല്ല. പണ്ടുള്ളവർ പറഞ്ഞിട്ടുണ്ട്, മൂത്തവരെ നെല്ലിക്ക് ആദ്യം കളിക്കും, പിന്നെ പൊളിക്കും, പിന്നെ ഇവിടെ വെച്ചൊക്കെ അവസാനിപ്പിക്കാം. ഓടാ മാമ കൂമ.